ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ കൃഷിയെക്കുറിച്ചാണ്. അപ്പോൾ തക്കാളി ചെടിക്കുള്ള വളപ്രയോഗ രീതിയും അതിൻ്റെ ഫെർട്ടിലൈസറുമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇത് കണ്ടില്ലേ, കുറച്ച് പച്ചക്കറികളുടെ വേസ്റ്റ്. എന്നും നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഈ പച്ചക്കറീൻ്റെ വേസ്റ്റിൽ തക്കാളീൻ്റെ വേസ്റ്റും കൂടി ഞാൻ കൊണ്ടുവന്നിട്ടിട്ട് ഉണ്ടായതാണ്. ഇത് തനിയെ കിളുത്ത് ഉണ്ടായതാണ്. അപ്പോൾ ഇതിന് നമുക്കിന്ന് വളം ഇട്ട് കൊടുക്കാം. അപ്പോൾ വളം ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നാവോ അല്ല നശിക്കുമോ എന്താണെന്ന് അറിയില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ അതാണ്. അപ്പോൾ ഇതിൻ്റെ വളപ്രയോഗ രീതിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഈ പച്ചക്കറീൻ്റെ വേസ്റ്റ് ഇതിൽ തന്നെ നിന്നോട്ടെ, സാരില്ല. അപ്പോൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അതൊക്കെ അഴുകിയിട്ട് ഇതിന് വളമായിട്ട് വരുമല്ലോ. ഇനി നമുക്ക് വളം റെഡിയാക്കാം. ഇനി നമുക്ക് തക്കാളിക്ക് വളങ്ങൾ കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കിച്ചൺ കമ്പോസ്റ്റ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. നേരത്തെ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ. ഇപ്പോൾ കിച്ചൺ കമ്പോസ്റ്റ് ഉണ്ട്, പിന്നെ കുറച്ച് വെർമി കമ്പോസ്റ്റ്, പിന്നെ കുറച്ച് പെർലൈറ്റ് കൂടി എടുത്തിട്ടുണ്ട്. ഇത് ചെടികൾക്ക് ഏറ്റവും നല്ലതാണ്. ഇത് വേരിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. വേര് നന്നായിട്ട് വളരും ചെയ്യും. അതുമൂലം ചെടികൾക്ക് നല്ല ഗ്രോത്തും കൂടി ഉണ്ടാവും. പിന്നെ നല്ല നീർവാഴ്ചയും ഉണ്ടാകും ചെടികൾക്ക്. ചെടികൾക്ക് ഏറ്റവും ഗുണമുള്ളതാണ്. നമ്മൾ ആദ്യം തന്നെ മണ്ണ് ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കുമ്പോൾ കുറച്ച് പെർലൈറ്റ് കൂടി ഇട്ടുവാണെങ്കിൽ ചെടികൾ നല്ല പോലെ ഗ്രോത്തായിട്ട് പെട്ടെന്ന് വളർന്നു കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. അതേ വളർന്നു വന്നതാണല്ലോ, അപ്പോൾ പിന്നെ അത് നന്നാവോ നശിക്കുമോ എന്താണെന്ന് അറിയില്ല. നമുക്കൊരു പരീക്ഷണം നടത്തി നോക്കാം. മുളക് ഞാൻ 4 ദിവസം മുന്നേ റീപോർട്ട് ചെയ്തതാണ്. ഇതിന് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് നന്നായി വരുന്നുണ്ട്. മഞ്ഞ ഇലകളൊക്കെ ഞാൻ മുറിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനും കൂടി നമുക്കിന്ന് വളങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ തക്കാളിക്ക് ഇട്ടുണ്ടായിരുന്നല്ലോ, പെർലൈറ്റും പിന്നെ വെർമി കമ്പോസ്റ്റും കിച്ചൺ കമ്പോസ്റ്റും ഒക്കെ. അത് തന്നെ അതിൻ്റെ ബാക്കി ഇതിലും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒന്ന് മണ്ണ് ഇളക്കി കൊടുക്കാം. നമ്മൾ അന്നേ നട്ടതാണല്ലോ, അപ്പോൾ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് ഇട്ട് കൊടുക്കാം. മണ്ണിട്ടിട്ട് മൂടിക്കൊടുക്കാം. അങ്ങനെ അതിനും നമ്മൾ വളമിട്ട് കൊടുത്തു. ഇപ്പോൾ നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുത്തതാണല്ലോ, അതുകൊണ്ട് അതിൻ്റെ മേലെ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്താൽ വളം അവിടെ കിടന്ന് വേഗം ചെടികൾക്ക് പിടിച്ചോളും. ചെടികളുടെ വേരിനൊക്കെ പിടിച്ചോളും. അപ്പോൾ നമ്മൾ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തതാണല്ലോ, അതുകൊണ്ട് ഇതിന് വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. തക്കാളി ഇലകൾക്കും ഒന്ന് തെളിച്ചു കൊടുക്കാം. ചൂടൊക്കെ അല്ലേ, അപ്പോൾ ഇലകളിലൊക്കെ വെള്ളം ഒഴിക്കുവാണെങ്കിൽ നല്ലതാണ്. തക്കാളി ചെടികൾക്കും കൂടി നമ്മൾക്ക് ഒഴിച്ചു. ഇത് ഞാൻ 2-3 ദിവസം പുളിപ്പിക്കാൻ വെച്ച കഞ്ഞിവെള്ളമാണ്. അപ്പോൾ അത് നമുക്ക് ചെടികളിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അരി കഴുകിയ വെള്ളം, പരിപ്പ് കഴുകിയ വെള്ളം എല്ലാം ഉണ്ട്. അപ്പോൾ അതിലോട്ടേക്ക് നമ്മൾക്ക് ഈ സൂഡോമോണസ് കൂടി ഇട്ട് കൊടുക്കാം. സൂഡോമോണസ് ഏറ്റവും നല്ലതാണ് ചെടികൾക്ക്.
ഒരു ജൈവ ജീവാണു വളം കൂടിയാണ് ഇത്. ഇപ്പൊ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഇത് സഹായിക്കും. ചെടികൾ നല്ല കരുത്തോടെ വളരാനും കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാകാനും ഇത് സഹായിക്കും. അപ്പൊ ഇത് നമുക്ക് പൗഡർ രൂപത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പൗഡർ രൂപത്തിലാവുമ്പോൾ നമുക്ക് 20 ഗ്രാം എടുത്താൽ മതി 1 ലിറ്റർ വെള്ളത്തിൽ. പിന്നെ ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിലോട്ടേക്ക് ഒഴിച്ചിട്ട് ഇത് പിന്നെ ചെടികൾക്ക് ഒഴിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇത് സ്യൂഡോമോണസ് വാങ്ങി കുറെ പഴയതായാലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ തേങ്ങാ വെള്ളത്തിൽ പൗഡർ ഇട്ടിട്ട് നമുക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിന് ഇരട്ടി വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വെള്ളമൊക്കെ നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ചെടികളിൽ ധാരാളം പൂക്കൾ ഉണ്ടാവാനും കായ്കൾ ഉണ്ടാവാനും ഏറ്റവും നല്ലതാണ് ഈ ഫെർട്ടിലൈസർ. അപ്പോൾ ഈ വെള്ളമൊക്കെ നമുക്ക് മുളകിനും തക്കാളിക്കും കോവലിനും എല്ലാത്തിനും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് പച്ചമുളകിന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ പച്ചമുളക് പിന്നെ റീപോർട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ കയറി കാണാൻ ശ്രമിക്കണേ. അപ്പോൾ അതിൻ്റെ ചുറ്റിലും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ വേറെ രാസവളവും കെമിക്കലോ ഒന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഈ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ മണ്ണിങ്ങനെ ഇളക്കി കൊടുത്തെങ്കിൽ വേഗം വേരുകൾക്കും പിടിച്ചോളും. ഇനി അടുത്തത് നമുക്ക് തക്കാളിക്ക് ഒഴിച്ചു കൊടുക്കാം. പൂവൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് തനിയെ കിളുത്ത് വന്നുകൊണ്ട് നന്നാവോ എന്താണെന്ന് അറിയില്ല, നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പിന്നെ എൻ്റെ ഈ ഫെർട്ടിലൈസറും പിന്നെ കമ്പോസ്റ്റിൻ്റെയും എല്ലാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. കൂടെ തന്നെ ഷെയർ ചെയ്യാനും ഒട്ടും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല കൃഷി വീഡിയോസും കുക്കിങ്ങും പിന്നെ ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടി ടിപ്പ്. അപ്പോൾ അതെല്ലാം എൻ്റെ ചാനലിലുണ്ട്. എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് എൻ്റെ കോവൽ ചെടിയാണ്. ഞാൻ വലിയ ഗ്രോ ബാഗിലാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ ടെറസിൽ നട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര വലിയ ഗ്രോ ബാഗിൽ കോവലിൻ്റെ തണ്ട് ഒരു 3 തണ്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ടേക്ക് ഈ പിന്നെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പിന്നെ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് വേണമെങ്കിൽ നിഷ വൈബ്സ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പിന്നെ അടുത്ത നല്ല വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.